വളരെ ഒരു നിർഭാഗ്യകരമായ കാര്യമാണ്. അത് ശ്രദ്ധക്കുറവുണ്ടായതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനഃപൂർവ്വം നമ്മുടെ പ്രധാനമന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ ഒന്നും ഇങ്ങനെ ഒരു പെരുമാറ്റത്തിന് അനുവദിക്കുകയില്ല. തീർച്ചയായിട്ടും അതിനെ എതിർക്കുകയും ചെയ്യുന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു തെറ്റ് പറ്റിയിരിക്കുകയാണ്. അവരെ അയക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവരെ അയച്ചപ്പോൾ പോലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നൊരു അറിവാണ് നമുക്കുള്ളത്. റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത്. ഈവൻ US ഏജൻസിയോ ഇന്ത്യൻ ഏജൻസിയോ അവരെ അയച്ചു എന്നുള്ള റിപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ പൊതുവേ നമ്മുടെ വിദേശകാര്യമന്ത്രി വാഷിങ്ടണിലുണ്ടായിരുന്നപ്പോൾ ഈ കാര്യം അമേരിക്ക പറയുകയുണ്ടായി. അപ്പോൾ മുമ്പുള്ളതുപോലെ തന്നെ കുറ്റവാളികളായവരെ ഇന്ത്യയിലേക്ക് അയക്കുന്നതിൽ നമുക്ക് വിരോധമില്ല എന്ന് മാത്രമേ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞുള്ളൂ. പക്ഷേ ഏത് തരത്തിൽ അത് ചെയ്യണം, എങ്ങനെ വേണം, ഏത് പ്ലെയിനിൽ കൊണ്ടുവരണം എന്നുള്ള ചർച്ചകൾ ഉണ്ടായതായി എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അമേരിക്ക ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആളുകളെല്ലാം അവരവരുടെ രാജ്യങ്ങളിലേക്ക് സൈനിക വിമാനത്തിൽ തന്നെ അയക്കണമെന്നാണ്. കാരണം അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ അവിടെ നാട്ടിലെ ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ എന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നടപടാൻ വേണ്ടിയിട്ടാണ് ഈ സൈനിക വിമാനങ്ങളെ അയച്ചത്. അത് വളരെ തെറ്റായിപ്പോയി. കാരണം വളരെ സങ്കടകരമായ തരത്തിലാണ് അവർ വന്നത്. ആഹാരമില്ല, അവരെ ചങ്ങലയിട്ടു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അവർ കുറ്റം ചെയ്ത് തിരിച്ചയക്കുന്നു എന്നുള്ളതിൽ ഇത്ര ക്രൂരമായി അവരോട് പെരുമാറേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ അത് നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നിഷ്കളങ്കമായി തോന്നുന്ന ഒരു കാര്യമല്ലേ? കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഏവിയേഷൻ, അവിടെ നിന്നൊരു സൈനിക വിമാനം ഇന്ത്യയിൽ വന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ സാധാരണ വിമാനം ഇറങ്ങുന്നത് പോലെയല്ല. അതിന് വളരെ ഗൗരവമുണ്ട്. പല രാജ്യങ്ങളും സൈനിക വിമാനം ഇറങ്ങാൻ സമ്മതിക്കാത്തതിന് പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് റീസൺസും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വിമാനം ഇവിടെ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പ്രീവിയസ് ആയിട്ടുള്ള നേരത്തെയുള്ള ഇൻഫർമേഷൻ ഉണ്ടാവേണ്ടത് പ്രധാനമല്ലേ? പിന്നെ അമേരിക്ക ഇത്തവണ ആളുകളെ കയറ്റി അയക്കുന്നത് മുഴുവൻ വിദേശകാര്യമന്ത്രി പറഞ്ഞല്ലോ അനുവാദം കൊടുത്തിരുന്നു എന്ന്. അല്ല, ഇവിടെ ഇറങ്ങുമ്പോൾ ഇറങ്ങാനുള്ള അനുവാദം കൊടുക്കാതെ ഇവിടെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അനുവാദം കൊടുത്തുവെന്ന് വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെൻറ്റിൽ വ്യക്തമായി പറയുകയും ചെയ്തു. പക്ഷേ അത് ഏത് തരത്തിലാണെന്ന കാര്യത്തിൽ ഒരുപക്ഷെ ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെയാണ് അവരെ അയക്കാൻ പോകുന്നത്, അതുപോലെ ചങ്ങലയിട്ടാണെങ്കിൽ ഇന്ത്യ ഒരിക്കലും അത് അംഗീകരിക്കുമായിരുന്നില്ല. ഇതിന് മുമ്പും അയച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീനിവാസൻ? അങ്ങനെ അയച്ചത് നിർഭാഗ്യകരമാണെന്നോ അത് അയച്ചത് പ്രതിഷേധാർഹമാണെന്നോ ഒരു പൊസിഷൻ ഇപ്പോഴും ഇന്ത്യക്കില്ലല്ലോ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അത് അവരുടെ നിയമമാണ് വിലങ്ങ് വെക്കുന്നത്. സ്വാഭാവികമെന്നല്ല ഇന്നിപ്പോൾ മന്ത്രി സഭയിൽ പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ താങ്കൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യക്ക് ഒരു സ്ട്രോങ് പൊസിഷനും എതിർപ്പും നിരാശയും നിർഭാഗ്യകരം ഒന്നും ഇന്ത്യക്കില്ല. നിർഭാഗ്യകരമെന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞത് നിർഭാഗ്യകരമാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് പറയേണ്ടതായിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഗവൺമെന്റിനെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ ഒരിക്കലും ഇത്തരം വരുന്ന ആളുകളോട് നമുക്ക് ഹരിയാനയിലെ ജയിൽ വാഹനത്തിൽ കൊണ്ടുപോയിരുന്നൊരു പരാതി അവരെ കുറിച്ചുണ്ട്. വന്നിറങ്ങിയ സംഭവം വലിയ പ്രതിഷേധം നാട്ടിലുണ്ടായി. ജനങ്ങളാകെ സ്തബ്ധരായി നോക്കി നിൽക്കുകയാണ്. എങ്കിൽ അവരെ സ്വീകരിക്കുന്നതിനെങ്കിലും കുറച്ചൊന്ന് ശരിയാണ്. ചിലർക്ക് വിമാനം ഏർപ്പാടായി കൊടുത്തു. ഹരിയാനയിൽ ചിലടത്ത് ജയിൽ വാഹനം ഉപയോഗിച്ചു എന്ന് പോലും കേൾക്കുകയാണ്. എന്ന് മാത്രമല്ല അമേരിക്ക ചെയ്തത് പൗരന്മാരോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ് എന്ന ഒരു കർശന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും വരുന്നത് നമ്മൾ കാണുന്നില്ല. അത് അവരുടെ നിയമമല്ലേ, ഇതിന് മുമ്പും വന്നിട്ടുണ്ടല്ലോ, മുൻ സർക്കാരിൻ്റെ കാലത്തുണ്ടല്ലോ എന്നുള്ള ഒരു ന്യായവാദം നിരത്തുകയാണ് ഗവൺമെൻറ്. അല്ല, അത് നാച്ചുറലി അവർക്ക് എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കണമല്ലോ മറുപടി പറയാൻ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഇതിനി ആവർത്തിക്കുകയില്ല എന്നുള്ളത് തീർച്ചയല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ പാർലമെൻറ്റിലുണ്ടായ ചർച്ചകൾ കൊണ്ട് അവർക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ. ഇവർ കുറ്റക്കാരാണെന്ന് പറയുന്ന ആരാണ്? അവർ ഇന്ത്യക്കെതിരായി കുറ്റം ചെയ്തവരല്ല. അവരെങ്ങനെങ്കിലും അവിടെ കഴിഞ്ഞുകൂടാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. അത് പലരും ഇന്ത്യയിൽ തന്നെ ജനിച്ചവരായിരിക്കണം. ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിലും ഇന്ത്യ ഒരു പരിചയമില്ലാത്തവരും ഒക്കെ ആയിരിക്കും. അപ്പോൾ വളരെ അതിനേക്കാളും ഒരു ഹ്യൂമാനിറ്റേറിയൻ തരത്തിൽ അവരെ എല്ലാം പോയി കണ്ട് വെരിഫൈ ചെയ്ത് എന്നിട്ട് വേണമായിരുന്നു നമ്മളവരെ കൊണ്ടുവരാൻ. അത് അമേരിക്കയും ഇന്ത്യയുമായിട്ട് ചർച്ചകൾ നടക്കണമായിരുന്നു. അതൊന്നും സംഭവിച്ചില്ല. പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇങ്ങനെ സൈൻ ചെയ്തു പോകുന്നു. അങ്ങനെ സൈൻ ചെയ്തു പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അറിഞ്ഞപ്പോൾ പോലും കൊളംബിയയെ പോലെ പെരുമാറാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ.